ഹായ്, ലിയാഖത്ത് അലിയുടെ ഒരു കളത്തരം മീൻസ് അവൻ ചുമ്മാ ആളുകളെടുത്ത് ഓരോ തോന്നിയാസം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനപ്പുറം അവൻ പറയുന്നതിനകത്തൊന്നും ഒരു കറക്റ്റും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാൻ വന്നത്. ഞാനത് ഇന്നലെ തന്നെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇവരൊക്കെ പറഞ്ഞ് എക്സ് മുസ്ലിം എന്ന് പറയുന്ന അശ്ലീലങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു പ്രശ്നം ഇസ്ലാം വിട്ടവർക്ക് അല്ലെങ്കിൽ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ ആണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി പലരുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ തിരിച്ച് മതത്തിലേക്ക് വന്നതെന്ന്. ഞാൻ മതത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് എൻ്റെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. നോട്ട് ദ പോയിന്റ്. അപ്പം വിഷയത്തിലേക്ക് വരാം. ഈ ലിയാഖത്ത് അലി പറയുന്ന ഒരു വിഷയം, അയാളുടെ ഉമ്മയെ കാണാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉമ്മ ഹൗസ് അറസ്റ്റിലായിരുന്നു എന്നാണ്. അപ്പം ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇയാൾ ഒരു സ്പീച്ച് കൊടുക്കുന്നുണ്ട്. സലഫികളായ ഹാലിളകിയ സലഫി ജിഹാദികൾ, അതൊന്ന് കേൾത്താലോ? വീഡിയോ കാണാറുണ്ട്. എന്നൊന്നും പറ്റില്ല. ചോദിച്ചാ എന്താ ചെയ്യുന്നത്? ബിസിനസ്സാണ്. ഞാൻ അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് അത്ര പെട്ടെന്നൊക്കെ പറയാറില്ല. അല്ല, ഞാൻ നിങ്ങളെ ജസ്റ്റ് വീഡിയോന്റെ ക്യാപ്ഷനിൽ കണ്ടേ, എന്താണ് ക്ലോത്തിങ് ബിസിനസ് ആണോ നിങ്ങൾ ചെയ്യുന്നത്? അല്ല, ഞാൻ പറയാറില്ല അങ്ങനെ പെട്ടെന്ന്. നമ്മൾ ഫസ്റ്റ് കോളിന് ഫസ്റ്റ് ഡയലോഗ് അല്ലെങ്കിൽ പറയാൻ മാത്രം നിനക്ക് എന്തെങ്കിലും വാഴത്തോരം ഉണ്ടായിട്ട് വേണ്ടേ? എടാ ചോദിക്കുന്നവനെ ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ വിളിക്കുന്ന, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമാണ്, റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന വ്യക്തികളെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ടാകത്തില്ല. കാരണം അവർ ജോലിക്ക് പോലും വിയർപ്പിന്റെ അസുഖമുള്ളവരാണ്. അവർക്കൊരു തൊഴിലും എടുക്കാൻ ഒക്കത്തില്ല. അവർ വെറുതെ കാട്ടിക്കൂട്ടി ഈ ഒരു വിഭാഗത്തിന് അഡ്രസ്സ് ചെയ്ത് അവർ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്ന മനുഷ്യരാണ്. അപ്പൊ അവരെ വിളിച്ചിട്ട് വീണ്ടും നിങ്ങൾ കുറെ കൂടെ സ്പീച്ച് കൊടുക്കാതിരിക്കുക. ഇപ്പൊ ഇവർ കോപ്പി ചെയ്തിരിക്കുന്ന ആരിഫ് ഹുസൈനാണ്. ആരിഫ് ഹുസൈൻ ഇതാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. ഫോൺ കോൾ എന്ന രൂപേണ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതിന് വ്യൂ കൂടുതലാണ്. നിങ്ങൾ എത്രത്തോളം വ്യൂ കൊടുക്കുന്നോ അത്രത്തോളം ഇൻകം അവർക്ക് റവന്യൂ ജനറേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം. ചെയ്തു കൊടുത്തത് തന്നെ കുഴപ്പമില്ല. മാക്സിമം ഈ വിശ്വാസികൾ ഇത് കേൾക്കും, എന്തുവാ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, അവൻ 2 കോഴ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കും. അത് തന്നെ തെറ്റായ ഒരു നീക്കമാണ്. ഒന്നാമത്തെ കാര്യം പറയാം. സാധാരണ ഇപ്പം ഈ ഇസ്ലാമിയർക്കെതിരെ ആരെങ്കിലും, ഇപ്പം മൈത്രേന്റെ കേസ് തന്നെ എടുക്കാം. ഞാനത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കെതിരെയും കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ എക്സ് മുസ്ലിം എന്നല്ലാതെ മറ്റൊരു വിഭാഗം ഉണ്ട്, യുക്തിവാദികൾ. 100 വർഷത്തിന് മുമ്പ് തന്നെ ഇവിടെ തുടങ്ങിയ യുക്തിവാദി സംഘടനകളുണ്ട്. അവർക്ക് ഇതിനെയൊക്കെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അതിനാണ് ഈ എക്സ് മുസ്ലിം യുക്തിവാദി എന്നൊരു മുഖംമൂടി അണിയുന്നത്. ഇപ്പോൾ അവർ ഇസ്ലാം അല്ല, ഇസ്ലാം വിട്ടു, എക്സ് മുസ്ലിം എന്നൊരു ആവരണം ഉണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിനെ പറയാനുള്ള അധികാരം അവിടെ നഷ്ടപ്പെടുകയാണ്. അതേസമയം കോടതിയിൽ അവർ കൊടുക്കുന്ന അഫിഡവിറ്റിൽ ഇവർ ഇസ്ലാം എന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ഇതെടുക്കുമ്പോൾ, നമ്മുടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾ എത്ര, മുസ്ലിങ്ങൾ എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എണ്ണത്തിൽ ഈ പറയുന്ന വ്യക്തി ആരിഫ് ഹുസൈനും ലിയാഖത്ത് അലിയും ജാമിദയും ഒക്കെ വരും. ഇവരെല്ലാം ഇസ്ലാമാണ്. നിങ്ങൾക്ക് അവരുടെ ഇസ്ലാമിയത്തെ എടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല. അവർ ജനിച്ചപ്പം അവരുടെ രേഖകളിലൊക്കെ തന്നെ ഇസ്ലാം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 100% അവർ ഇസ്ലാം തന്നെയാണ്. നിങ്ങൾ അവരെ അടുപ്പിക്കുന്നോ ഇല്ലയോ എന്നുള്ള സെക്കൻഡറിയാണ്. പക്ഷെ സെൻസസ് എടുക്കുമ്പോൾ അതൊരു ഇസ്ലാമായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. അതിനകത്തുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഇസ്ലാം മതവിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്ത് പറയാനുള്ള അധികാരം നമ്മുടെ നിയമം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവർ ഇസ്ലാം അല്ല, എക്സ് ആയി എന്ന് തന്നെ വെക്കുക. അപ്പോഴും നമുക്ക് ഒരു ഇസ്ലാമിന് കൊണ്ടുപോയി കേസ് കൊടുക്കാം. അവൻ ഇസ്ലാമല്ല, ഇസ്ലാം അല്ലാത്തവർക്ക് ഇസ്ലാമിനെ പറയേണ്ട കാര്യമില്ല. ഹിന്ദുക്കൾ പറഞ്ഞ കേസ് കൊടുക്കാം. അവിടെ മതവികാരം നമുക്ക് വ്രണപ്പെട്ടു എന്ന് പറയാം. അവന്റെ മതത്തിനെ പറഞ്ഞാൽ മതി, മറ്റു മതത്തിനെ പറയേണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാം. പക്ഷെ അവിടെ അടുത്തൊരു ക്ലൗസ്, രക്ഷപ്പെടാനുള്ള ഒരു ഇത് പഴുതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുക്തിവാദി എന്നങ്ങ് പറഞ്ഞാൽ മതി. കാമിത മിക്ക കേസുകളിൽ നിന്ന് ഊരി വരുന്നത് ഈ കാമിത യുക്തിവാദി എന്ന് പറഞ്ഞിട്ടാ. ആരിഫ് ഹുസൈനും അങ്ങനെയാണ്, യുക്തിവാദി എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ യുക്തിവാദം ഇതല്ല എന്ന് പറയുക എന്നുള്ളൊരു ദൗത്യത്തിലാണ് ഞാനുള്ളത്. ഇനി പലരും പറയുന്നതാണ്, നിങ്ങൾ ഇസ്ലാമിയത്തിൽ, ഞാൻ ഇസ്ലാം വിട്ട് പോയിട്ടില്ല. നിങ്ങൾ എൻ്റെ ഏകദേശം എൻ്റെ രൂപമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് എൻ്റെ ഇസ്ലാം എന്ന്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പം ഞാൻ വന്ന് തലയിൽ തട്ടമൊക്കെ ഇട്ട് ഭയങ്കര വകുന്ന് പറയുന്ന കണക്കൊക്കെ വന്നിരുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എനിക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഞാൻ എന്താണോ അത് തന്നെയാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇസ്ലാം എൻ്റെ മതമാണ്. എൻ്റെ മതത്തെ നിങ്ങൾ ആര് വിചാരിച്ചാലും എന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് ഞാൻ വിചാരിക്കണം. എനിക്ക് ഈ മതം വേണ്ട എന്ന് ഞാൻ പറയുന്നിടത്ത് മതം വേണ്ട. എനിക്ക് ഈ മതം വേണമെന്ന് ഞാൻ പറയുന്നിടം വരെ അത് എൻ്റെ മതം തന്നെയാണ്. അതിനകത്ത് ആർക്കും തർക്കിക്കാനൊക്കത്തില്ല. അല്ല എന്ന് ആര് പറഞ്ഞാലും നടക്കത്തില്ല. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പം ഈ വിഷയത്തിൽ ഇനി ഒരു കടുപിടുത്തം വേറൊരു രീതിയിൽ നരേഷൻ കൊണ്ടുവരാതിരിക്കാനാണ് അത് പറഞ്ഞത്. ആരിഫ് ഹുസൈനെയൊക്കെ പോലെ ഒരു കേസ് വരുമ്പോഴല്ല ഞാൻ മാറ്റി പറയണത്. 4.5 വർഷത്തിനിപ്പുറമാണ് മുഹമ്മദ് നബിയുടെ അമ്മയെ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത് പോലും 4.5 വർഷത്തിനിപ്പുറമാണ്.
പലരും എടുത്തു വെച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറെ കഥകൾ പറയുന്നുണ്ട്. ഷെഫീന അന്ന് അങ്ങനെ പറഞ്ഞു. അന്ന് പറഞ്ഞ ഒരെണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ മനോജ മൈത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ നിർബന്ധിച്ചിട്ടുണ്ട്. ഷെഫീന അങ്ങനെയൊന്നും പറയത്തില്ല, അതവിടെ കിടക്കണം. എൻ്റെ അന്നത്തെ വിശ്വാസങ്ങൾ തന്നെയാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിന് തർക്കമില്ല. അയ്യോ ഞാൻ അന്ന് അങ്ങനെയല്ല. അതല്ല വിഷയം. ഹിന്ദു മതവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ ചതിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ആ മതവിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നത് യഥാർത്ഥ ബോധത്തോടു കൂടിയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു വിധത്തിലുള്ള ഒരു നാസ്തികവാദം എന്ന് പറയാം. കാരണം പുള്ളിക്ക് മനസ്സിലായി, ഞാൻ ചതിക്കപ്പെട്ടു. കല്ലിനകത്ത് ദൈവമുണ്ടെന്ന് പുള്ളി എടുത്ത് പറയണു. പുള്ളിക്ക് അതല്ല എന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചു പറയാനുള്ള ഇതുണ്ട്. പക്ഷെ അവിടെ വണങ്ങുന്നവരെല്ലാം തന്നെ ആ പറയുന്ന ദൈവത്തിനെ പോലെ കള്ളനാണ് എന്ന് പറയുന്നതിലാണ് നമുക്ക് തർക്കം വരുന്നത്. അവർക്കും ഇതേപോലുള്ളൊരു തോന്നലാണുള്ളത്. ആ തോന്നലിൽ നിന്ന് പുറത്തേക്ക് വരൂ. എനിക്ക് ആ തോന്നൽ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ആ ബോധം വന്നു, അപ്പോൾ എൻ്റെ ബോധം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ഇത് വിമർശനത്തിൽ പെടും. അതേസമയം ആ ദൈവം വെറും പേട്ടയാണ്, കൊള്ളത്തില്ല, ഇത് എന്നൊക്കെ പറയുന്നത് അവഹേളനത്തിൽ പെടും. ഈ എക്സ് മുസ്ലിം ടീം അംഗങ്ങൾ ചെയ്യുന്നത് മുഴുക്ക അവഹേളനങ്ങളാണ്. അത് അവരുടെ സംഘിവാദങ്ങളാണ്. ഈ അവഹേളനവും വിമർശനവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണ്. മറ്റു മതവിശ്വാസികൾക്കുള്ളത് ഈ മതവിശ്വാസത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു തരം വിമർശനമാണ്. കാരണം എല്ലാവർക്കും അവരവരുടെ വിശ്വാസമുണ്ട്. അതേപോലെ ഇസ്ലാമിയർക്കും അവരുടെ വിശ്വാസമുണ്ട്. ഈ വിശ്വാസം തന്നെ തെറ്റാണെന്നും ഈ വിഭാഗക്കാരെ ഇവിടുന്ന് തീർത്ത് കെട്ടണമെന്നും പറയുന്നത് സംഘിവാദമാണ്. അതാണ് ലിയാഖത്ത് അലിയും ആരിഫ് ഹുസൈനും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ അഡ്രസ്സ് ചെയ്ത് പറയേണ്ടി വരുന്നത്. ഈ വിളിച്ച ആള് ചെയ്യുന്ന തെറ്റെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് വല്ല പണിക്കും പോയിക്കൂടെയാണെന്ന് നിങ്ങൾ ക്യാഷ്വലായി സംസാരിക്കുമ്പോൾ പറയുക. ഫോൺ വിളിച്ചൊരു റെക്കോർഡ് അവന് കൊടുക്കാതിരിക്കുക. അവന് നേരെ കിട്ടുന്ന സമയം നിങ്ങളത് പറയുക എന്നുള്ളതിനപ്പുറം ഫോൺ വിളിച്ചൊരു റെക്കോർഡ് കൊടുത്താൽ അത് വെച്ച് അവൻ പണമാക്കും. അത് അവൻ്റെ ടൈം ലൈനിൽ വിടുന്നില്ല. 500, 200, 300 എന്ന് പറഞ്ഞാൽ ആളുകൾ കൊണ്ടുവന്ന് ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. ഈ ആത്മാഭിമാന ബോധമുള്ള ഒരു വ്യക്തി ഒരിക്കലും എരന്ന് തിന്നത്തില്ല. ഒരാൾ നമുക്ക് 5 രൂപ സഹായിച്ചാൽ അത് മനസ്സിൽ വെച്ച് അവസരം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നവൻ ആത്മാഭിമാന ബോധമുള്ളവനാണ്. അല്ലാതെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നെ എല്ലാവരും സഹായിക്കണം എന്ന് പണം വാങ്ങിയെടുത്ത് അത് വെച്ച് ജീവിക്കുന്നവൻ ആത്മാഭിമാന ബോധമില്ലാത്ത. നിങ്ങളൊരു യുക്തിവാദിയെ കാണുക. നിങ്ങൾക്ക് യുക്തിവാദി ഏതെന്ന് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞാൻ ഇച്ചിരി തുക തരട്ടെ, നിങ്ങൾ ഈ വിഷയം ഒന്ന് പറയുമോ എന്ന് ചോദിച്ചു നോക്കിയാണ്. പോടാ ഡാഷ് മോനെ എന്ന് പറയും. തന്തയ്ക്ക് വിളി അപ്പം കിട്ടും, ഉറപ്പിച്ചോ. അത് യുക്തിവാദിയാണ്. തന്തയ്ക്ക് വിളിച്ചോണ്ടല്ല, സ്വാഭിമാന ബോധമുള്ള വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് യുക്തിവാദി എന്ന് ഞാൻ പറയും. അതേസമയം ഡ്യൂപ്ലിക്കേറ്റ് യുക്തിവാദികൾ, ശരിയാ, എന്നെ അവർ കൊല്ലും, എന്നെ അവർ ഇതാക്കും, എന്നെ ഒന്ന് സഹായിക്കണേ, എനിക്ക് കേസിന് പോകാൻ ഇത്ര രൂപ വേണമേ എന്ന് പറയുന്നവൻ ഈ കപട യുക്തിവാദികളായിരിക്കും എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇവർ. അപ്പൊ എന്തുകൊണ്ട് ഇവർ യുക്തിവാദികൾ എന്ന് പറയുന്നതിനുള്ള പിന്നിലുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അത് നിയമപരമായി അറിയുന്നവർക്ക് മനസ്സിലാവും. കാരണം കോടതിയിൽ എത്തുമ്പോൾ എക്സ് മുസ്ലിമാണ് നീ അത് പറഞ്ഞിട്ടുണ്ട്, എക്സ് മുസ്ലിം സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നീ എന്തിനു ഇസ്ലാമിനെ പറയണമെന്നൊരു ചോദ്യം സ്വാഭാവികമായി അവിടെ വരും. ആ ചോദ്യത്തിനെ ഖണ്ഡിക്കാനാണ് യുക്തിവാദം കൊണ്ടേ ഇരിക്കുന്നത്. സമാധാനപരമായി ഇവൻ ജുക്തിവാദിയായിട്ട് അഭിനയിക്കുന്നതാണ്. ഇവന്റെ ജുക്തിവാദം ഫേക്ക് ആണെന്ന് അതിനകത്ത് തെളിയും. പിന്നെ അവന്റെ അടുത്ത് ജോലിയൊക്കെ ചോദിച്ചാൽ അവന് വല്ല പണിയും അറിയാമെങ്കിൽ അവൻ ഒരു പണിയും ചെയ്യുന്നില്ല. സെക്യൂരിറ്റി ഓപ്ഷൻ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഇതുണ്ടല്ലോ. സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ് ഇവൻ പറയാത്തെന്ന് പറയുന്നു. അതായത് സെക്യൂരിറ്റി റീസൺ എന്ന് പറയുമ്പോൾ ഇവനെ വരാം സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ് ഇവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെന്ന് പറയുന്നത്. ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. 4.5 വർഷം ഞാൻ താമസിച്ചിരുന്ന സ്ഥലം, ഈ പറയുന്ന ഇസ്ലാം വാദി എന്ന് അവകാശപ്പെടുന്ന ജംഷീറിനെ പോലെയുള്ള തീവ്രവാദികൾ, അങ്ങനെ കുറെ പേരുണ്ട് ഇസ്ലാമില്. അവരാണ് ഇസ്ലാമിന്റെ മുഖം തന്നെ നശിപ്പിക്കുന്നത്. സ്ത്രീകളെ അവഹേളിക്കില്ല. അവനൊക്കെ എന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വായെടുത്ത് വിളിച്ചവനാ. അങ്ങനെയുള്ളവനൊക്കെ ഇസ്ലാമായിട്ട് വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് ഇസ്ലാമിയരുടെ ഗതികേടാണ്. അങ്ങനെയുള്ള വൃത്തികെട്ട സത്വങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ സ്കോർ ചെയ്തു പോകുന്നത്. ഞാൻ അവിടെ 4.5 വർഷം താമസിച്ചു. ഈ മതവിശ്വാസത്തിനെതിരെ സംസാരിച്ചു. എന്നെ ആരും ഒന്നും ചെയ്തില്ല. എൻ്റെ ഒരു ബിസിനസ്സിനെയും ബാധിച്ചില്ല. ഇസ്ലാം ഇതിൽ തന്നെയാണ് ഞാൻ താമസിച്ചത്. ഇസ്ലാമിന്റെ വീട്ടിൽ തന്നെയാണ് എന്നെ ഇറക്കി വിട്ടിട്ടില്ല. നിഷേധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേറെ വാടക വീട് അന്വേഷിക്കുമ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ തരാറില്ല. അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള തീവ്രവാദികൾ ഉണ്ട് തന്നെയാണ്, അതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ എന്നെ സംരക്ഷിച്ചത് അവരാണ്. അപ്പൊ രണ്ടും ഇസ്ലാമല്ലേ, രണ്ടും നമ്മൾ പറയണ്ടായോ? അതേപോലെ മകന് ജോലി കൊടുത്തത് ഒരു ഇസ്ലാമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ ഇവൻ ആകെ മൊത്തത്തിൽ ഇവൻ ഒളിച്ചു താമസിക്കുന്നതാണ്. ഇവന്റെ ഒളിച്ചു താമസിക്കുന്ന ഇവന്റെ പെണ്ണുമ്പിളയും കൊച്ചുങ്ങളും സ്കൂളിൽ പോകുന്നില്ലേ? എവിടെയെങ്കിലും ഒരു നൂലിത് കിട്ടിയാൽ ആളുകൾ ഇൻഫോർമേഷൻ കൊടുക്കുക, ഇന്ന സ്ഥലമാണ്, ഇന്നതാണ് എന്ന് പറയത്തില്ലേ? ഇസ്ലാമിയർക്ക് എത്ര പാടാണോ ഇവരെവിടെ താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ?
അപ്പം നമ്മൾ എന്താ ചെയ്യുക? സിമ്പിൾ, നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞെടുത്ത പ്രശ്നം കഴിഞ്ഞില്ലേ? ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും ഉള്ളവന്മാരും കള്ളന്മാരും ഇതുപോലുള്ള പുലയാട്ട് നടത്താൻ പറ്റുന്നവരുമാണ് ഇസ്ലാമിക വിരുദ്ധത പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സാക്ട്ലി, കണ്ടോ? കറക്റ്റ്, അവൻ ഉമ്മത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഉമ്മത്തിനെ പറ്റിയാണ് പിന്നെ പറയണത്. ഉമ്മത്തവനെ പിടിച്ച് കടിച്ച ഒരു മത തീവ്രവാദി വിചാരിച്ചാൽ ഇവനെ തല കൊയ്യാൻ എത്ര നേരം വേണം? സിമ്പിളായിട്ട് നടക്കും. പക്ഷെ അവരത് ചെയ്യില്ല, അവരത് പഠിപ്പിക്കുന്നില്ല, അവരത് ചെയ്യൂല. അതാണ് ഈ പറയുന്നത് കളവാണ് എന്ന് പറയാനാണ് ഞാൻ ഈ എഫർട്ട് എടുക്കുന്നത്. അത് മനസ്സിലാക്കുക. നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പം ഇവൻ ഉമ്മാടെ കേസ് പറയുന്നുണ്ട്, അതിലേക്ക് വരാം. അതിനകത്തൊന്നും പോയി ചോദിക്കാനും പറയാനും പോകാതിരിക്കുക. അല്ലെങ്കിൽ അവൻ പറയുന്ന സമയത്ത് അതിന് മറുപടി കൊടുക്കാൻ കഴിയുന്നവർ പോകാം. അപ്പൊ ഇതിന്റെ ഒരു സാരാംശം ഞാൻ പറയാം. ഈ പയ്യൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, വിളിച്ച ആള് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്തിന് ഇസ്ലാമിക വിമർശനം നടത്തുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങളെ മോശം പറയണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവന്റെ മറു ചോദ്യമാണ്, ഞാൻ മുസ്ലിങ്ങളെയല്ലോ ഇസ്ലാമിനെയല്ലേ പറയണേന്ന്. ഇത് ജബ്ബാർ മാഷിന്റെ കോട്ട് എടുത്ത് കോപ്പി പേസ്റ്റ് അടിച്ച് പറയുകയാണ് ചെയ്യുന്നത് ലിയാഖത്ത്. അപ്പൊ ജബ്ബാർ മാഷിന്റെ ഒരു രീതി അതാണ്, വളരെ സൗമ്യനായിട്ട് കാര്യം പറയും. ആ സൗമ്യതയാണ് പുള്ളി ഒന്ന് കോപ്പി ചെയ്ത് അടുത്തൊരു ജബ്ബാർ മാഷ് ആകാനുള്ള ശ്രമമാണ് ലിയാഖത്ത് നടത്തുന്നത്. ഈ ഇസ്ലാം മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് അവനോട് തിരിച്ചു ചോദിക്കാൻ കഴിവുള്ള ഒരു ഫോൺ വിളിക്കുക. അതായത് വിഷയം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനോട് സംവദിക്കാൻ തയ്യാറാകുന്നവർ ഫോൺ വിളിക്കുക, അല്ലാത്തവർ വിളിക്കാതിരിക്കുക. ഇറ്റ്സ് അൺഫോർച്യൂണറ്റ് എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും തയ്യാറാകത്തില്ല. അങ്ങനെ ആരും അത് അറിയുന്നവരാരും വിളിച്ച് ചോദിക്കത്തില്ല. ഇസ്ലാം മുസ്ലിം തമ്മിൽ എന്താ വ്യത്യാസം, എന്താണ് അതിനകത്ത് വ്യത്യാസം? അത് അവൻ പറഞ്ഞിട്ട്, അതായത് ഈ കണ്ടക്ക മണ്ടക്ക സംസാരിക്കും, അങ്ങനെ അതിന് പറയുക നാട്ടുംപുറത്ത്. ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വസ്തുതയിൽ നിന്ന് കാര്യം വഴിതിരിഞ്ഞങ്ങ് പോകും. ഇപ്പം ഒരു കാര്യം പറയാം, നമ്മളെടുത്ത് ഒരാൾക്ക് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ പോയിട്ട് എവിടെയാ സ്ഥലം, അത് പറവുന്നില്ല എവിടെയാ, അത് പിന്നെ പറവുന്ന വീട്ടിന് ആ സ്ഥലത്തിൻ്റെ അടുത്താണ്, അവിടെ എവിടെയാ, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ട് പോകും. ഒരൊറ്റ വഴിയിൽ തീരും, ഒരൊറ്റ വഴി. നിങ്ങളവിടെ, അത് ഞാൻ തിരുവനന്തപുരത്ത് ഇന്ന സ്ഥലം ഇത്ര കഴിഞ്ഞു, ഇനി ഇത്രയും പറഞ്ഞു എന്ന് ചോദിക്കുക. അപ്പോഴും അച്ഛൻ്റെ പേര് ചോദിക്കുക, അമ്മയുടെ പേര് ചോദിക്കുക. അപ്പം അത്രയും ലെങ്തി ആകുമ്പോൾ നമ്മളിതിനെ ടയേർഡാകും. നമുക്കിത് ഇത്രയൊക്കെ പറയണോ? അപ്പം നമ്മൾ ഫെഡപ്പ് ആവും. ആ ഒരു സ്ട്രാറ്റജിയാണ് അവ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം അവൻ്റെ അടുത്ത് ഫോൺ വിളിക്കാനും സംസാരിക്കാനും പോകാതിരിക്കുക. ഇസ്ലാമും മുസ്ലിമും രണ്ടാണെന്ന് പറയുന്ന ഈ പടുവിട്ടിയോട് നിങ്ങൾ സംസാരിക്കാൻ പോകാതിരിക്കുക. ഇതിനിടയ്ക്ക് മുഹമ്മദിനെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ, കേട്ടുള്ള വിഷയമല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചത് ഒരു കോമൺ ചോദ്യമാണ്. ഞാനൊരു പേഴ്സണൽ കാര്യമല്ല ചോദിച്ചത്, കോമൺ ചോദ്യം. ഞാനൊരു സ്റ്റേറ്റ്മെന്റിനെ നീ പറഞ്ഞ വൃത്തികേട് അപ്പൊ വാപ്പാനും ഉമ്മാനും പറയാൻ വലിയ എടുക്കല്ല, ഫോണിന്റെ മറ്റേ തലത്തിൽ ഇരുന്ന് പറഞ്ഞ വലിയ എടുക്കല്ല. ഞാൻ പറയുന്ന സെന്റൻസ് അറിയാൻ എന്താണെന്ന് ഇത്ര നേരം സംസാരിക്കാൻ വീട്ടിൽ എനിക്ക് തന്നെ തലയിൽ പറയുന്ന വലിയ കാര്യമല്ല. കമന്റ് കേൾക്കുക. വീണ്ടും ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കി തന്ന ഹാലിളകിയ ആളോട് നന്ദി. ശരിയായ ഇസ്ലാമിന്റെ സംസ്കാരം നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്ത കോയയ്ക്ക് നന്ദി. പ്രിയ ലിയാഖത്ത്, ഇത്രയും നിലവാരമില്ലാത്ത ആളുകളുമായി സംസാരിക്കാൻ നിൽക്കരുത്. ഇതോടുകൂടി ഞാനും മെമ്പർഷിപ്പ് എടുത്തു. ലിയ കട്ട സപ്പോർട്ട്. ടൊമാറ്റോ കൊച്ചി, ഷമീം, ഹംസ, സജീവ് ബഷീർ. മനസ്സിലാകുന്നോ? അതായത് ഈ പറഞ്ഞ വ്യക്തിയെ കൊണ്ട് ഒരു ഉപകാരമാണ് ഉണ്ടായിട്ടുള്ളത്. പോയി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിരട്ടുന്ന ഒരു സാധനമാണ്. അവൻ വെറും എരവാദമാണ് പറയണത് ലിയാഖത്ത്. ആ ഇപ്പൊ അവന്റെ ആ വ്യൂ നോക്കുക, 60K പോയിട്ടുണ്ട് ആ ഒരൊറ്റ വീഡിയോ. അവന്റെ ഒരു മാസത്തെ റവന്യൂ തന്നെ അതിനകത്ത് ജനറേറ്റ് ആയി. അവൻ എവിടെ എത്തി? ലാഭം എന്താ? ഇസ്ലാമിന് ഒരു പൊൻതൂവൽ കൂടി.
ഇസ്ലാം ഭീകര മതമാണ്, തീവ്രവാദികളുടെ മതമാണ്. ഇത്തരക്കാർ സംസാരിക്കാൻ പോയത് സംവാദത്തിന് വിളിക്കുമ്പോൾ നമ്മൾ സംയമനം കീപ്പ് ചെയ്യാൻ എന്നൊരു പോവുക. ഇപ്പം നിങ്ങൾ പലപ്പോഴും ചോദിക്കും നിങ്ങൾ എന്താ, ഞാൻ വിളിച്ചാൽ ഞാൻ പച്ചത്തെറിയെ വിളിക്കുള്ളൂ. ബിക്കോസ് അവൻ പറയണതൊക്കെ അട്ടർ ഫേക്കാണ്, അട്ടർ നോൺസെൻസ് ആണെന്ന് അറിയുന്ന വ്യക്തിയാണ് ഞാൻ. നല്ല പച്ചയ്ക്ക് ഞാൻ പറയും. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ പേരിലേക്ക് വരും. എന്തിനാ വെറുതെ? അതുകൊണ്ടാണ് മൗനമായിട്ടിരിക്കുന്നത്. വന്നാൽ കൊടുക്കും. മൈക്കില്ലാതെ സംസാരിക്കാൻ പറ. മൈക്ക് പാടില്ല. അത് വെച്ച് അവൻ കണ്ടന്റ് ഉണ്ടാക്കരുത്. അല്ലാതെ എൻ്റെ അടുത്ത് സംസാരിച്ച് ഒരു അരമണിക്കൂർ വേണ്ട, 1/2 മിനിറ്റ് അവൻ നിൽക്കത്തില്ല. അവൻ ഞാൻ അടിച്ചിടും. പറ്റും നമ്മളെ കൊണ്ട്. പക്ഷെ അവൻ്റെ അടുത്ത് സഫ്യത പറ്റത്തില്ല. കാരണം അവൻ പറയണ തെണ്ടിത്തരം മാത്രമാണ്. ഈ ഒരു സ്പീച്ചിൽ ഇതിൻ്റെ ഇടയ്ക്കും അവൻ മുഹമ്മദിനെ പിടിച്ചിടുന്നുണ്ട്. ഇവനെ മുഹമ്മദ് പിടിച്ച് കടിച്ച അതൊരു പ്രവാചകനാണ്. ആ പ്രവാചകനെ എല്ലാവരും റെസ്പെക്റ്റോടെ നോക്കുന്നു. അയാളെ പറഞ്ഞാൽ നമുക്ക് റീച്ച് ആകും എന്നുള്ള ഒരൊറ്റ ഇതിനകത്താണ് അതിനെ പിടിക്കുന്നത്. ഈ ഒരു സംഗതി അവൻ കോപ്പി പേസ്റ്റ് ചെയ്തത് ആരിഫിൻ്റെ നിന്ന്. അവൻ സംസാരിക്കുന്ന ആ കാര്യങ്ങൾ അത് കോപ്പി പേസ്റ്റ് ചെയ്തത് മറ്റേ ജബ്ബാർ മാഷിൻ്റെ കയ്യിൽ നിന്ന്. ഇവനെ ഒരു വാഴയ്ക്കയിൽ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു 3rd ക്ലാസ് ക്രിമിനൽ ആയിരുന്ന ഒരു വ്യക്തി സ്വന്തം കുടുംബത്തിൽ വഴക്കുണ്ടാക്കി പുറത്തേക്ക് വന്നതിന് ഏറ്റവും എളുപ്പമാർഗം ഇതുപോലൊരു മൈക്ക് വെച്ചിരുന്ന് കൊണയടിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ കൊണയ്ക്കാൻ കയറിയിരിക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് ലിയാഖത്ത് എന്നുള്ളതാണ് തെളിവ്. ഇനി ഇവന്റെ അമ്മ സ്നേഹം, അതിനെ പറ്റി ഒന്ന് പറയാം. അമ്മയെ പറ്റി പറയുന്നുണ്ട്. ഹലോ, എനിക്ക് എന്റെ പ്രയോറിറ്റി വെച്ചാൽ വ്യക്തിപരമായിട്ട് എന്റെ പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലിയാണ്. അത് കഴിഞ്ഞിട്ട് സൊസൈറ്റി, അത് കഴിഞ്ഞാൽ രാജ്യം. നിങ്ങൾ മുസ്ലിം ആയിരിക്കും എന്താണ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുണ്ടായ പ്രശ്നം? ഒന്നും ഉണ്ടായില്ല. ഇസ്ലാം കുറിച്ച് കഴിച്ചിട്ടില്ല. ഇസ്ലാം ഈ ഒരു മതമായിട്ട് പിന്തുടരേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുകയും അത് പറയാൻ ശ്രമിക്കുകയും ചെയ്ത മുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. സാധിച്ചിട്ടില്ല. എങ്ങനെ സാധിച്ചിട്ടുണ്ട്? എങ്ങനെ സാധിച്ചതുണ്ട്. ഒന്ന് എന്റെ ജീവിതമാർഗം വഴിമുട്ടിക്കാനുള്ള സകല പണിയും ചെയ്തു. എന്നെ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ശ്രമിച്ചിട്ടുണ്ട്. സാധിച്ചതുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാള് നമ്മളെ ആക്രമിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ നിന്ന് കൊടുക്കല്ലോ, നമ്മളതിനെ പ്രതിരോധിക്കുകയും നമ്മൾ നമ്മുടെ പ്രവർത്തനം നടത്തുകയും ചെയ്യില്ല. ഓക്കെ, എന്റെ ഉമ്മാനെ വീട്ടിൽ ഇറങ്ങില്ലാക്കിയിട്ടുണ്ട് ഞാൻ എന്നെ ഫോൺ ചെയ്യുന്നതിന്റെ പേരില്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്? എന്റെ ഉമ്മാനെ എനിക്കിപ്പോഴും ഞാൻ കാണാൻ പോകുന്ന റൂട്ടിലോട്ടാണ്. അറിയോ? ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ അതിനോട് പോരാടുകയാണ് ആശയപരമായിട്ട്. ഞാൻ ആരോടും വെറുപ്പോ വിദ്വേഷോ പടർത്താറില്ല. ഞാൻ വളരെ സമാധാനം. ഓക്കെ, ഈ ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരാൾ കൊണ്ടുവന്ന് തന്നത്. എനിക്ക് ഈ നബിയെ പറ്റി ഞാൻ പറഞ്ഞ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു അറ്റാക്ക് ഈ സ്വാഭാവികമായും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ ഇളയ ബ്രദർ ഭയങ്കര ഇസ്ലാമിസ്റ്റാണ്. ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ തീവ്രമാണ്. അവൻ എന്നെ ഫോണിൽ വിളിച്ചിട്ടാണ് എനിക്ക് നല്ല ഡോസ് തന്നു. നാക്ക് പിഴച്ച് നീ പറഞ്ഞതല്ല. അപ്പം ഞാൻ അവനോട് പറയണടാ, എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞതാ. ഒന്നും അവൻ കേൾക്കാൻ തയ്യാറല്ല. അവൻ വച്ചയ്ക്കാണ്. അവൻ്റെ ഒപ്പമാണ് എൻ്റെ ഉമ്മച്ചി ഉള്ളത്. അപ്പം ഉമ്മ എന്നെ രാവിലെ ഒരു വട്ടം വിളിക്കും, വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വട്ടം വിളിക്കും, 2 വട്ടം എൻ്റെ ഉമ്മച്ചിയുടെ കോള് വരും. അത് നിർബന്ധമാണ്. ഞാൻ എവിടെ ആയിരുന്നാലും എൻ്റെ ഉമ്മ എന്നെ വിളിച്ചേ പറ്റുള്ളൂ. അത് ഞാൻ വിളിച്ചില്ലേ, ഞാൻ പിണക്കമാണെങ്കിൽ മിസ് കോളെങ്കിലും ഉമ്മ ഇടുക എന്നുള്ളത് ഉമ്മയുടെ ഒരു ഇതാണ്. ഉമ്മ ഇട്ടേ പറ്റുള്ളൂ. അത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ പോയി ഉമ്മടുത്ത് ലഹള ഉണ്ടാക്കും. അപ്പം എൻ്റെ ഉമ്മ അതിനെങ്ങനെ പ്രതികരിച്ചു എന്നറിയോ? 15 ദിവസത്തേക്ക് എൻ്റെ ഒപ്പം വന്ന് നിന്നു എൻ്റെ ഉമ്മ. ഈ അനിയൻ പറഞ്ഞിട്ടുണ്ടാവും, ഉമ്മ എന്നോടത് പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ ചോദിക്കുന്ന രാവിലെ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അവളെ കണ്ടാൽ അവളെ വീട്ടിൽ കയറ്റിയാൽ എന്ന് അവൻ എന്നോട് പറഞ്ഞു. പക്ഷെ അവനോട് എനിക്ക് തിരിച്ചു പറയാൻ മറുപടിയുണ്ട്. എൻ്റെ ഉമ്മ പറഞ്ഞ മറുപടിയാണ്, നിന്നെ ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് പ്രസവിച്ചോ അതുപോലെ തന്നെയാണ് ആ കുട്ടിയെ ഞാൻ പ്രസവിച്ചത്. അവളെൻ്റെ മകളാ, ഞാൻ അവളെ കാണൂടാ. അതിനകത്ത് നീ എന്ത് പറഞ്ഞാലും കാര്യമില്ല. ഞാൻ ഇവിടെ കിടക്കണ്ടെന്ന് നീ പറയാൻ ഒക്കത്തില്ല. ഇതെന്റെ മകന്റെ വീടാ. എൻ്റെ അനിയൻ്റെ അടുത്ത് എൻ്റെ ഉമ്മ പറഞ്ഞ കാര്യം, ഇതെന്റെ മകന്റെ വീടാ. ഞാൻ ഇവിടെ കിടക്കണമെന്ന് വെച്ചാൽ ഇവിടെ കിടക്കും, നീ എന്നെ ഇറക്കി വിടൂല, പറ്റൂല നിനക്ക്. അവൻ എഴുതി കൊടുത്ത വസ്തുവാണ്, അവൻ വെച്ച വീടാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അവന്റെ ഉമ്മായ അതാണ് പറഞ്ഞത്. ചില ഇടങ്ങളിൽ സംസാരിക്കാൻ അറിയാത്ത മാതാപിതാക്കൾ ഒരു തെറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മതത്തിനെ അവഹേളിക്കുന്ന ശരിയായ നടപടിയില്ല. 15 ദിവസം എൻ്റെ അമ്മ എൻ്റെ ഒപ്പം വന്ന് നിന്നു. പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഇപ്പോഴാണ് മലയാളം പറയണത്. 4 കൊല്ലം മുമ്പ് ഇവർക്ക് തീരെ മലയാളം അറിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങളോട് അവരെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രശ്നമാണ്. ഞങ്ങൾക്ക് വീട്ടിലൊരു സെർവൻറ്റ് വരും, അവരുടെ അടുത്ത് മാത്രമേ അവർക്ക് സംസാരിക്കാൻ പറ്റൂ. എൻ്റെ നാടൊരു ക്രൗഡഡ് ഏരിയയാണ്, മീൻസ് അവരുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട്. അപ്പം ഉമ്മാക്ക് നിൽക്കാനൊരു ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ 4th ഫ്ലോറിലാണ്. അത് അങ്ങനെ ഒരു ബിൽഡിങ്ങിലൊന്നും താമസിച്ചൊന്നും പഴയ ആൾക്കാരല്ലേ, പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ട് ഉമ്മക്ക് അടിച്ചു പിടിച്ച് 15 ദിവസം അവിടെ നിന്നു.
15 ഞാനാണ് ഉമ്മച്ചി, അത് ശരിയാവത്തില്ല. ഉമ്മക്ക് ഞാൻ മാത്രമല്ല, ബാക്കി 4 പേരുണ്ട്. അപ്പം ഞാനാണ് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കാരണം തലത്തിരിവ് പറഞ്ഞത് ഞാനാണ്. എൻ്റെ ആശയങ്ങൾ കൊണ്ട് മറ്റു 4 പേര് വിഷമിക്കും. ഞങ്ങൾ 5 മക്കളാണ്, അവർ വിഷമിക്കരുത്. അതുകൊണ്ട് ഉമ്മച്ചി ഞാൻ അവിടെ കൊണ്ടുവന്ന്, ചെറുമക്കൾ ഉൾപ്പെടെ വലിയൊരു സംഘം എൻ്റെ ഉമ്മച്ചിക്ക് അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഉമ്മച്ചി അവിടെ കൊണ്ട് ഞാനാണ് വിട്ടത്. ഞാൻ ചോദിക്കും, ഇത് എൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എൻ്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഖുർആനും എടുത്തു വെച്ചിട്ട് ഞാൻ എൻ്റെ കുടുംബക്കാരെ പറഞ്ഞു. അതാണോ അവൻ ലിയാഖത്ത് പഠിച്ചത്? അതാണോ? എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഉമ്മയുടെ പേര് സുൽഫത്ത് ബീവി എന്നാണ്, റിട്ടയർ സർവേയറാണ്, നാട്ടിലുണ്ട്. പറയുന്നില്ലുണ്ട്. അവിടെ ചെന്ന് ആരെടുത്ത് വെച്ചാലും ഉമ്മയെ വീട്ടിൽ കാണിച്ചിട്ട് നിങ്ങൾ ഏത് മുസ്ലിംസിനോ ഏത് മതക്കാർക്കോ ഇപ്പോൾ എൻ്റെ ഉമ്മച്ചി എടുത്ത് വയ്ക്കാം. ഈ വിഷയമല്ലാതെ വേറെ എന്തെങ്കിലും എൻ്റെ ഉമ്മച്ചി പറയുമെന്ന് നിങ്ങൾ കേട്ട് നോക്ക്. അതങ്ങനെയാണ്. മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പം ഞാൻ പറയട്ടെ, ഞാനൊരു കേസിൽ പെട്ടു എന്ന് വയ്ക്കാം, ഒരു മോഷണ കേസിൽ പെട്ടു എന്ന് വയ്ക്കാം. എൻ്റെ ഉമ്മച്ചി എന്നോട് കൊണ്ടും അത് വേണ്ടാന്ന് പറയാൻ വേറെ ആർക്ക് പറ്റും? എൻ്റെ ഉമ്മ പക്ഷെ ഒരു കാര്യത്തിൽ പ്രതികരിക്കും. മക്കൾ ഏതെങ്കിലും പെൺകുട്ടികളെ റേപ്പ് ചെയ്തിട്ട് വന്നാൽ എൻ്റെ ഉമ്മച്ചി വേണമെങ്കിൽ അവനെ കത്തോതി ഓടിക്കും. പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന കേസും കൊണ്ട് ഏതെങ്കിലും ഒരുത്തി വരട്ടെ, അതിപ്പോൾ ഞാൻ ചെയ്താലും ഉമ്മ പറയും കത്തോതി അങ്ങോട്ട് ഇറക്കി വിടും, പൊക്കോന്ന് പറയും. ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, കഞ്ചാവ് കച്ചവടം ഉമ്മ അംഗീകരിക്കില്ല, ഉമ്മ അംഗീകരിക്കത്തില്ല, സമ്മതിക്കില്ല. അത് ഞാനും അത് തന്നെയാണ്. എൻ്റെ മക്കളോട് ഞാനതാ പറയണേ, കഞ്ചാവ് കച്ചവടവും പെണ്ണ് കേസും ഇവിടെ പറ്റൂല. ഇത് എൻ്റെ കുടുംബത്തിൽ നടക്കത്തില്ല. അത് അങ്ങനെ അമ്മമാർ നല്ല അമ്മമാരാണ് വളർത്തിയതെങ്കിൽ, ഇപ്പൊ ലിയാഖത്തിലിയുടെ അമ്മായി ഞാൻ പറഞ്ഞപ്പോൾ ആരോ എന്നോട് പറഞ്ഞു ഉമ്മായ പറയില്ല, അവരത് അർഹിക്കുന്നേ. അവര് കെടുകാര്യസ്ഥ കൊണ്ടല്ലേ ഈ മകൻ ഇങ്ങനെ ആയത്. ഇപ്പൊ അവൻ പറയണത് അവന്റെ ഉമ്മായ ഊരുവിലക്കിയെന്ന്. മുമ്പ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അറിയാലോ, SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. അത്രയും സ്ട്രോങ് ആണ് അവൻ. കുറെ ഉണ്ടായും കൂടെയാണ്, രാജാവാണ്. രാജാവ് മാപ്പ് പറഞ്ഞൊരു കഥ അറിയാമോ നിങ്ങൾക്ക്? അവിടെ സ്ഥലം എനിക്ക് ആലപ്പുഴയാണെന്നാണ് അറിയുന്നത്. അവിടെ ഉള്ള ഒരു കുടുംബത്തിന് ഇതുപോലെ ഊരുവിലക്ക് വെച്ചു. അവരെ കല്യാണത്തിന് വിളിക്കരുത്, അവരെ കൂട്ടരുത്, പിടിക്കരുത് എന്നുള്ള രീതിയിൽ ഒരു ചട്ടം എഴുതി. എനിക്കൊന്നും അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നോട്ടീസ് അടിച്ചിറക്കിയിട്ട് ഇവരെടുത്ത് സഹകരിക്കരുതെന്ന് ഈ യോഗത്തിലും കണ്ട അങ്ങനെ ഒരു സ്പ്രെഡായി സംഗതി. ആരുടെ ഉള്ള വ്യക്തി വൈരാഗ്യം. പക്ഷെ അതിനെതിരെ അവർ കോടതിയിൽ പോയി. കോടതിയിൽ പോയപ്പോൾ എന്തായി? ജനറൽ സെക്രട്ടറിയാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ള രീതിയിൽ നടേശനെ മാപ്പ് പറയിപ്പിച്ചു കോടതി. നമ്മുടെ രാജ്യത്തെ നിയമം അതാണ്. ഊരുവിലക്കോ പള്ളിക്കാർ ചെയ്തു നോക്കട്ടെ. പള്ളിക്കാർ ചെയ്യൂല, ചെയ്യാൻ കഴിയത്തില്ല. ഇനി നിങ്ങൾ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. പള്ളി സെക്രട്ടറി എൻ്റെ ബ്രദറാണ്. എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചിരുന്നു. ഷെഫീന ഇത് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയണം, ബ്രദർ എന്ന നിലയിൽ നിങ്ങൾ പറയണം. പുള്ളി അതിന് മറുപടി കൊടുത്തു. എൻ്റെ ബ്രദർ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഞാനൊരു ജനറൽ സെക്രട്ടറി, അതായത് അതിൻ്റെ സെക്രട്ടറിയാണ്, പള്ളി സെക്രട്ടറിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ നിർബന്ധമായും സെക്രട്ടറി ആവുന്ന ഒരു രീതിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. പുള്ളി പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെക്രട്ടറി സ്ഥാനം ഞാൻ അങ്ങ് വേണ്ടാന്ന് വയ്ക്കുമെന്നല്ലാതെ അതിന് ഞാൻ എക്സ്പ്ലെയിൻ തരൂല. അത് അവളുടെ ഇതാണ്, അവളുടെ സ്വാതന്ത്ര്യമാണ്. അവൾക്ക് പറയാം, പറയാതിരിക്കുക, അതൊക്കെ അവളുടെ സ്വന്തം. എനിക്ക് അതിനകത്ത് ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. നിയമവും ഭരണഘടനയും ജനാധിപത്യവും മനസ്സിലാക്കിയ വ്യക്തികളാണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ തിട്ടൂരം പറയത്തില്ല. അതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ആ കുടുംബത്തിൽ ഒരു ഫംഗ്ഷനോ ഒരു കാര്യത്തിനോ എന്നെ നീക്കി നിർത്തോ ഒന്നും ഉണ്ടായിട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ടൈമിലേക്ക് അവരെ കൊണ്ടുവന്ന് നിർത്താതിരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ലിയാഖത്തിന് ഉണ്ടാകണമായിരുന്നു. കൂടുതൽ അവരെ കുറ്റപ്പറയുകയും കൂടുതൽ ആ സമൂഹത്തിനെ അവഹേളിക്കുകയും ചെയ്യുമ്പോൾ അവരെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ. ഇപ്പൊ ഞാൻ എൻ്റെ ബ്രദറിനോട് എനിക്ക് പിണക്കല്ല. എന്തുകൊണ്ടില്ല? അവന്റെ ഭാഗത്ത് അവൻ കറക്റ്റാണ്. അവൻ തീവ്രമായി ഇതിനെ വിശ്വസിക്കാൻ 5 നേരം നിസ്കരിക്കുന്ന ഇറങ്ങനാ. അവൻ 5 നേരം നിസ്കാരം എന്ന് പറയുമ്പോൾ ഞാനത് അതുകൊണ്ടെന്നല്ല പറയണം. അവൻ അത്രയും ഡിവൈനായിട്ട് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നവനാണ്. അവനിക്ക് അവന്റെ അവകാശമുണ്ട്, അവനതിന് അധികാരമുണ്ട്, അവനത് പറയാൻ. അവന്റെ സിസ്റ്ററാ പറഞ്ഞേ, അവന്റെ സഹോദരി ഇങ്ങനെ ഒരു മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനടി അത് പറഞ്ഞെന്ന് ചോദിക്കാനുള്ള അധികാരം അവനുണ്ട്. അതവൻ ചോദിക്കും. ചിലപ്പോൾ മിണ്ടിയില്ലെന്ന് വരും. അതൊക്കെ അവന്റെ സ്വാതന്ത്ര്യമാണ്. നമ്മളത് സഹോദരങ്ങളാണത് പറയത്തില്ലേ. അവർക്ക് മറ്റുള്ളവരെ കാണണ്ടേ. ഇപ്പൊ അവന്റെ വൈഫിന്റെ വീട്ടുകാരെ കാണണ്ടേ. അവന്റെ വൈഫിന്റെ വീട്ടുകാർക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ പ്രോബ്ലം ഉണ്ടാവുന്ന കാര്യമല്ലേ ഞാൻ സംസാരിച്ചത്. അത് സ്വാഭാവികമാണ്. നമ്മളൊരു വിഷയത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ്, നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങും. നമ്മൾ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എതിരെ വരുന്നവന് ബോധമില്ലെങ്കിൽ നമ്മളെ വണ്ടിക്ക് ഇടി കിട്ടൂലേ? നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഒപ്പോസിഷൻസ് വരാം. പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു സാധനത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ ഒപ്പോസിഷൻ 100% ഉണ്ടാകും. അത് മനസ്സിലാക്കണ്ടേ. ഉമ്മായെ കാണാൻ കിട്ടാത്തതിന് അബ്ദുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ ഉമ്മായെ ഞാൻ കാണിച്ചു തരാം, നീ ഇതൊന്ന് നിർത്തി ഈ തൊലിപ്പെന്ന്. ഇത് ഉമ്മായെ കാണാൻ പറ്റാത്തതുകൊണ്ടൊന്നുമില്ല. നിന്റെ ഉമ്മാക്ക് പോലും നിന്നെ കാണണ്ട എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ എക്സ്പ്ലനേഷൻ പറഞ്ഞത്. 4 മക്കളെക്കാൾ പ്രിയോറിറ്റി ഈ ഒരു മകൾക്കുണ്ട്
എന്റെ മതത്തിനേക്കാൾ പ്രിയോറിറ്റി എന്റെ മകൾക്കുണ്ടെന്ന് പറഞ്ഞവൾ എന്റെ ഉമ്മ. അവിടെയാണ് എന്റെ ഉമ്മയുടെ വാല്യൂ ഞാൻ പറഞ്ഞത്. നിന്റെ ഉമ്മക്ക് അതല്ല മതമായിരിക്കാം, നിന്റെ ബാക്കി സഹോദരങ്ങളായിരിക്കാം വാല്യൂ. നിന്റെ ഉമ്മയുടെ പ്രശ്നത്തിന് നീ നാട്ടുകാരെ പറയണ എന്തിനാണ്? മതവിശ്വാസിയായ ഖുറാന്റെ പരിഭാഷ എഴുതിയ സ്ത്രീയാണ് എൻ്റെ അമ്മ. മക്കനേന്ന് ഇറങ്ങി നടക്കത്തില്ലത്. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ്. അതേലും ഉമ്മയുടെ അനിയത്തി മക്കനക്കാരികളാ. അവരൊക്കെ ഡെയിലി 2 വട്ടം എന്നെ വിളിക്കാറില്ല. അവർ 2 വട്ടം എന്നെ നിർബന്ധമായും വിളിക്കും. കാണണോ? ഉണ്ട്, ഡെയിലി വിളിക്കും. അത് അവരുടെ കൺസേൺ ആണ്, അവരുടെ കുഞ്ഞാണ്. നമ്മളിനി മുതുക്ക് പണ്ടാരായാലും അവരുടെ കുട്ടികളാണ്. അവരന്വേഷിക്കണ്ടേ എവിടെ പോയി എന്തായി? ഒരുപക്ഷെ അത്തരം അന്വേഷണങ്ങളും കൃത്യമായ ഫോളോ അപ്പും കൊണ്ടായിരിക്കത്തില്ലേ കൂടുതൽ വൾഗാരിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പേ എന്നെ പിന്നോട്ട് പിടിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ നിന്റെ ഉമ്മായുടെ കെടുകാര്യസ്ഥത നീ മതത്തിന്റെ തലയെ കൊണ്ട് കെട്ടിവെക്കുന്ന എന്തിനാണ് ലിയാക്കത്തെ? നീ പറയുന്ന മുഴുക്ക അട്ടർ നോൺസെൻസും അട്ടർ വേസ്റ്റും ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു കൊലപാതകം കാണുകയാണ്, ഒരു വ്യഭിചാരം കാണുകയാണ്, ഒരു ബലാത്സംഗം കാണുകയാണ്. നീതിബോധമുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യും? അതിനെ വിലക്കും, പാടില്ലെന്ന് പറയും. പൊതുജനത്തിനോട് വിളിച്ച് നമ്മളെ കൊണ്ട് ഓടിപ്പിടിച്ച് അതിന് പിടിച്ചു മാറ്റാൻ ഒക്കത്തില്ല. 6 പേര് ചേർത്ത് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നു, കണ്ടോണ്ടാ നിൽക്കുക? അവൻ ചെയ്യല്ലേ, അവൾ അനുഭവിക്കട്ടെ, അങ്ങനെയാ പറയുക? ഇല്ല, 10 പേരെ വിളിച്ച് പറയുമെങ്കിലും ചെയ്യും. ഇല്ലേ, പോലീസിനെ ഫോൺ ചെയ്യും. ICS നടത്തുന്ന ഒരു പ്രഭാഷണത്തിന് പബ്ലിസിറ്റി കൊടുത്ത് ഇവൻ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം നീ പറയില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിയതിനപ്പുറം അതൊരു സമൂഹത്തെ മുഴുക്ക അവഹേളിക്കലാണ്. ആ അവഹേളനം പാടില്ല, അതിനെ ഞാൻ കൂട്ടുനിന്നുകൂടാ. നാളെ ഞാനും ഇപ്പൊ ക്രിസ്ത്യനാണ് എന്റെ വൈഫ് എന്ന് പറഞ്ഞപ്പോ അവന് നൊന്തു. അവനങ്ങനെ ക്രിസ്ത്യാനിറ്റിയെ കെട്ടിയിട്ടില്ലെന്ന് പറയുന്നു. അപ്പൊ അവനക്കത് നോവുന്നുണ്ട്. യുക്തിവാദിക്ക് അത് നോവൂ? ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിച്ചത്, അത് ഏത് മതം ആവട്ടെ, ഇനിയിപ്പോ എന്താ? അങ്ങനെ പറഞ്ഞൂടെ? പിന്നെ എന്തിന് ഇവന്റെ കുടുംബം ഇവനുമായിട്ട് തെറ്റി? ഇവൻ പറയണത് ഇസ്ലാമിനെതിരെ സംസാരിച്ചോണ്ടാണ്. ഒന്നുമല്ല, ആ ബ്രദർ ഹിംസെൽഫ് വന്ന് പറഞ്ഞ കാര്യമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യ്, എൻ്റെ ഏതെങ്കിലും ഒരു സഹോദരങ്ങളെ കൊണ്ടുവന്ന് എനിക്കെതിരെ ഇതുപോലെ ഒന്ന് പറയിക്കാൻ. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങൾ അവരെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിച്ചു നോക്ക്. പറ്റൂല, പറയില്ല. അത് എന്നെ പേടിച്ചിട്ടല്ല, എൻ്റെ അമ്മയെ പേടിച്ചിട്ടാ. എൻ്റെ അമ്മ പിന്നെ പ്രതികരിക്കുന്ന എന്താണെന്ന് ഇമാജിൻ ചെയ്യാനൊക്കത്തില്ല ഈ മക്കൾക്ക്. 5 പേരുടെ കാര്യത്തിലും അമ്മ ആ തീരുമാനം. 5 ഇൻഡിവിജ്വലാണ്. 5 പേർക്കും 5 പേരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്. അവരവരുടെ നീതിബോധത്തിൽ നിന്നോട്ടെ എന്ന തീരുമാനം എടുത്തത് എൻ്റെ അമ്മയാണ്. അതാണ് യാഥാർത്ഥ്യബോധമുള്ള അമ്മ. അമ്മമാരങ്ങനെ ആയിരിക്കണം. ഇവിടെ എൻ്റെ വീട്ടിലും അതിന് 2 പേർക്ക് 2 വ്യക്തിത്വമാണ്. അവർക്ക് 2 പേർക്ക് 2 ആശയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് പോകണം. പക്ഷെ ബേസിക്കലി അവരെൻ്റെ മക്കളാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എന്ത് സുനായി. അത് മനസ്സിലാകാതെ അതിനെ ഉൾക്കൊള്ളാതെ അങ്ങനെ ഒരു സ്ത്രീ നിന്റെ അമ്മ ആയതിൽ നീ അപമാനം ഇതായി നിൽക്കേണ്ടതിന് പകരം നീ ഒരു മതസമൂഹത്തെ മുഴുക്ക പറയുന്നുണ്ടല്ലോ. അവിടെ പിന്നെ പള്ളിവേളയിലുള്ള പെണ്ണുങ്ങളാണ് ഉമ്മമാര്. ഒരു മക്കളും തമ്മി തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അവൻ തല്ലിയ അവന് അവരവർ തീർത്തോട്ടെ. എൻ്റെ മക്കളാ. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം പോലും വിലക്കപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് വക്രീകരിക്കുമ്പോൾ അത് പൊളിച്ചു കളയാൻ താക്കത്തുള്ളവളാണ് അമ്മയെന്ന് തെളിയിക്കുന്ന 100 അമ്മമാരെ ഞാൻ കൊണ്ടുവന്ന് വെക്കാം. ഉമ്മയുടെ കാലിൻ്റെ അടികളിലാണ്ട സുബർക്കം. നിന്റെ ഉമ്മായെ കാണാൻ നീ മൗത്താവുമോ? എൻ്റെ ഉമ്മാക്കത് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കത് സ്വർണമാണെങ്കിൽ പോലും എടുക്കരുതെന്നൊരു ചിന്താധാര നിനക്ക് വന്നില്ലേ? നീ ഇസ്ലാം പഠിക്കാത്തത് കൊണ്ടല്ലേടാ, നിനക്ക് ഇസ്ലാമെ അറിയാത്തത് കൊണ്ടല്ലേ, നീ പന്ന കാഫിറായത് കൊണ്ടല്ലേ നിനക്ക് ഉമ്മ കാണണ്ട. എന്നാലും ഞാൻ എൻ്റെ മതത്തിനെതിരെ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നീ അല്ലേടാ ഇബിലീസ്. അതെ, ഈ വിഷയം എടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ആ കോമൺ ഇതങ്ങ് തെറ്റിപ്പോവും, വല്ലാണ്ട് വയലന്റ് ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. ലിയാക്കത്തൊക്കെ പക്ക ആട്ടിൻ തോലണിഞ്ഞ ചെന്നായകളാണ്. ഇവന്മാര് പൊതുസമൂഹത്തിൽ കാണിക്കുന്ന ഭയങ്കര ഡീസൻ്റ്, ജനറസ് ആണ്. ഇതൊന്നുമല്ല. 11 അവിടെ ഫോണിൻ പ്രോഗ്രാം തുടങ്ങി, ഇവൻ തുടങ്ങി. 2ഉം കോപ്പി പേസ്റ്റ് ആണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് ഈ പറയുന്ന വ്യക്തികൾ. ഈ 3 എണ്ണം ഇവരാണ് ഏറ്റവും വലിയ ദുരന്തങ്ങൾ. ഇവരെ ഫോളോ ചെയ്ത് ഇവരെ കൂട്ടുപിടിച്ചാണ് ബാക്കിയുള്ളത് നിങ്ങൾ ഇറങ്ങി വരുന്നത്. കൂടെ നിൽക്കുന്ന മിക്കവാറും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാം തലതിരിഞ്ഞ് ഇങ്ങോട്ട് മാറി മാറി വരുന്നുണ്ട്. പക്ഷെ മാറി വരുന്നവരെയും വിടുവോ? അതും കുറെ ഇസ്ലാം എന്ന് അവകാശപ്പെടുന്ന കുറെ തീവ്രവാദികൾ നടത്തുന്ന കുറെ ചാനലുണ്ട്. അതിനകത്തിരുന്നുകൊണ്ട് എന്താ പറയുന്നത്? നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നിന്റെയൊക്കെ അക്സെപ്റ്റൻസ് ഇവിടെ അത്രയും ദാരിദ്ര്യം ഇവിടെ ആർക്കും ഇല്ല. നിന്റെയൊക്കെ അക്സെപ്റ്റൻസ് ജീവിക്കേണ്ട ഗതികേട് ആർക്കും ഇല്ല. ഈ രാജ്യത്ത് മുസ്ലിം സെൻസസ് എടുക്കുമ്പോൾ അതിനകത്ത് മുസ്ലിം എന്ന പേരിൽ നമ്മുടെ പേരുണ്ടോ? നമ്മൾ മുസ്ലിം തന്നെയാണ്. പ്രാക്ടീസിങ് ആണോ അല്ലേ എന്നുള്ള പേഴ്സണൽ ഉദ്ദേശമാണ്. നീയൊന്നും എടുത്തോണ്ട് ഓടാൻ പറ്റുന്ന സംഗതിയല്ല അത്. ആ ബോധം ഉണ്ടാകണം. ഇവൻ പറയുന്നത് ശുദ്ധ കളവാണെന്ന് തെളിയിക്കാൻ
ഞാൻ മതി എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു പറയുന്നു. അത് എനിക്ക് ജമാഅത്ത് ഇല്ലാണ്ടോ അവിടെ വിശ്വാസികൾ ഇല്ലാണ്ടോ ഒന്നുമല്ല. ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് അവനവന്റെ സ്വന്തം ഉമ്മായെ കാണാനുള്ള അവകാശം പോലും നേടിയെടുക്കാൻ പറ്റാത്തവനാണ് ഈ മതബോധത്തിനെതിരെ പോരാടാൻ നിൽക്കുന്നത്. എത്ര ഇതിനൊക്കെ എന്താ പറയുക, കോമൺ സെൻസ് ഉള്ളൊരു ചിന്തിക്കുക. സ്വന്തം ഉമ്മായെ കാണാൻ പോലും പറ്റാൻ കഴിയാത്ത ഒരു വ്യക്തി അത്രേ ഒരു സമൂഹത്തിനോട് ഇരുന്ന് കഥകൾ പറയുകയാണ്. നിങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? നീ ഒരു പരാജിതനായ മകനാണ്, നീ ഒരു പരാജിതനായ കുടുംബനാഥനാണ്, പരാജിതനായ പിതാവാണ്, പരാജിതനായ ഭർത്താവാണ്. നീ ഇല്ലാതാകുന്ന ഒരു നിമിഷത്തിൽ നിന്റെ ഭാര്യയും കുട്ടികളും ആക്രമിക്കപ്പെടാനുള്ള എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നീ അതിനുടനെ ഇസ്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ. ഇസ്ലാമിയരെ മൗനമായി സഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ അതൊന്ന് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു, എൻ്റെ അപ്പൻ കുടിയനാണ്. എടാ, നിന്റെ അപ്പൻ കള്ളു കുടിച്ചിട്ട് അവിടെയൊക്കെ നടക്കുന്നത് ശരിയായ നടപടിയിൽ നീ ഒന്ന് വിലക്ക്. ഇത് മാന്യത. എടാ, നിന്റെ അപ്പൻ കഴിവേറിയാണ്, അവൻ വെറും പീറയാണ്, അവൻ വെറും കൂറയാണ്, കള്ളു കുടിച്ചിട്ട് തുണി പൊക്കി കാണിക്കുന്നു, അവൻ അത് പറയണം, അവൻ ഇതല്ല രീതി. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നവോത്ഥാന നായകനായ ഒരു വ്യക്തി കൊണ്ടുവന്ന രൂപപ്പെടുത്തിയ ഒരു മതം അക്കാലഘട്ടങ്ങളിൽ അത്രത്തോളം വാല്യൂ ഉള്ള ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത്രയധികം മനുഷ്യർ അത് അക്സെപ്റ്റ് ചെയ്തത്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിലുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ച് അന്നത്തെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്ന സാധനങ്ങളിൽ ചില രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ്. അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മതസമൂഹത്തെ നോക്കി അക്കാലഘട്ടത്തിലെ വക്രീയതകളെ എഴുതി ചേർത്തിരിക്കുന്ന പ്രത്യേക ഏടുകളെ എടുത്തു വെച്ച് ആ മതത്തിനെ അവഹേളിക്കുന്ന നിന്നെപ്പോലുള്ള തെരുവ് നായ്ക്കളെ സാമാന്യത്തിൽ പന്നി പടക്കം വെച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത്. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. സോറി, ലെങ്തി ആയത്, കൂടുതൽ പറയാനുണ്ട്. അത് കേൾപ്പിച്ച് പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. കേൾപ്പിച്ച് പറഞ്ഞാൽ ഓരോ വേർഡിലും നല്ല തല്ലു കൊടുക്കാൻ തോന്നും. അത്രേ ഉള്ളൂ. കുടുംബം അത് നല്ല കുടുംബമായിരിക്കണം. നല്ല കുടുംബം നല്ല അപ്പനും അമ്മയും പറക്കാത്തതിന്റെ കുറവുള്ള 3 വിവരദോഷികൾ ഇരുന്ന് പറയണത് കേട്ടിട്ട് മതത്തിനെ അഡ്രസ്സ് ചെയ്യരുത്. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം സമാധാന മതം തന്നെയാണ്. അല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വരരുത്. പിന്നെ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്നാൽ എനിക്ക് പക്ഷമുണ്ട്, കൃത്യമായ പക്ഷമുണ്ട്. ഞാൻ എൻ്റെ നിലപാട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാം പക്ഷമല്ല. ഇരയാക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഓരോ മനുഷ്യന്റെയും ഒപ്പം ഞാൻ ഉണ്ടാവും. അതാരായിരുന്നാലും. അത് ഇനിയിപ്പം എക്സ് മുസ്ലിം ആണെങ്കിൽ അവർക്കൊപ്പം ഉണ്ടാകും. അല്ലാതെ ഒരു രീതിയിലുള്ള പക്ഷപാതവും അല്ല ഇത്. കൃത്യമായി പറഞ്ഞാൽ നീ ഉള്ളിലുള്ള ചുടാപ്പി ഉണ്ടെന്ന് എനിക്കിതിനകത്തൊന്നും ഒരു പിണ്ണാക്കും തോന്നാറില്ല. നീയൊക്കെ തീവ്രവാദി എന്ന് പറഞ്ഞാലും ഒരു പിണ്ണാക്കും ഇല്ല, ചുടാപ്പി എന്ന് പറഞ്ഞാലും ഒരു പിണ്ണാക്കും ഇല്ല. മനസ്സിലായാ? ഇത്രയേ ഉള്ളൂ.